നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ ചില ഷോർട്സുകളൊക്കെ കാണാറുണ്ട്. ബൊഗൻവില്ലകൾ ചൈനയിലും അതുപോലെ തന്നെ തായ്ലൻഡിലുമൊക്കെ അടിപൊളിയായി നിൽക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന, ചിലപ്പോൾ അതിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു അടിപൊളി ബൊഗൻവില്ല ഗാർഡൻ കേരളത്തിലുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എറണാകുളം ജില്ലയിലെ വരാപ്പുഴ അടുത്തുള്ള ഈ ഗാർഡൻ ശരിക്കും ഒരു ഗാർഡൻ അല്ല, ഇത് ഒരു ഫാമിലിയുടെ സ്വപ്നമാണ്. അതും 43 വർഷത്തെ സ്വപ്നം. ഉറുമ്പ് ധാന്യം ശേഖരിക്കുന്ന പോലെ ഓരോ ധാന്യമണികളും ശേഖരിച്ച് ഇപ്പോൾ ഇവിടുത്തെ ബൊഗൻവില്ല ഒരു വെറൈറ്റികളുടെ ഒരു സംഗമ ഭൂമിയായി മാറിയിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷവും ഇവിടെ ഈ ഗാർഡനിൽ വീഡിയോ എടുക്കാൻ വന്നിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടാവും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി നമ്മളിവിടെ വന്ന് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓരോ വർഷത്തെയും സ്വപ്നം അവർ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു. ഈ വർഷം ഇപ്പം ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ഞെട്ടിച്ചു. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പ്ലാനുകൾ, ഏത് ചെടി എവിടെ വെക്കണം, എങ്ങനെ അറേഞ്ച് ചെയ്യണം, അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയെ കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ ഗാർഡൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 43 വർഷമായിട്ട് ഇവർ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മദർ പ്ലാന്റുകൾ, വലിയ വലിയ മരങ്ങളായിട്ടുള്ള ചെടികൾ പോലും ഇവർക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് മദർ പ്ലാന്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ, ഒരേ ഇനത്തിൽ തന്നെ ഒരുപാട് പ്ലാന്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അത് നമുക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട്, ഇപ്പോൾ ഒരു ഹൗസ് വാമിങ്ങിനോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വലിയ പ്ലാന്റ് റിസോർട്ടിലേക്കൊക്കെ ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇത്രയും മനോഹരമായ ഈ ഗാർഡൻ, ആരും ഒന്ന് ഫോട്ടോ എടുക്കാൻ കൊതിച്ചു പോകുന്ന ഈ ഗാർഡനിൽ നമുക്ക് കല്യാണത്തിനോ അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷനോ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് അത് ചെയ്യാം. ഇവരുടെ ഈ 43 വർഷത്തെ സ്വപ്നത്തിൽ നമുക്കും പങ്കുചേരാം. അതുപോലെ തന്നെ അടുത്ത വർഷം ഇവർ എന്താണ് സർപ്രൈസ് ഒരുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ തൃശ്ശൂർ പൂരം, നമ്മുടെ ഓണം, വിഷു, അതുപോലെ നമുക്ക് തന്നെ കാത്തിരിക്കേണ്ട ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഈ ഗാർഡൻ വിസിറ്റും. ഇത് എറണാകുളം ജില്ലയിൽ വരാപ്പുഴ എന്ന സ്ഥലത്താണ്. വരാപ്പുഴയിൽ പുത്തൻപള്ളി ഓളനാട് ിലാണ് നമ്മുടെ ഈ ഗാർഡൻ ഉള്ളത്. എൻ്റെ പേര് ജിമ്മി കല്ലൂർ എന്നാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഈ വീഡിയോ കാണുന്നവർ ചിലപ്പം കേരളത്തിൻ്റെ പല സ്ഥലത്തുള്ളവരായിരിക്കും. അതെ അതെ. അപ്പോൾ അവർക്കിപ്പം എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ വന്ന് കളക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതെ അതെ. അപ്പോൾ നമുക്ക് അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനായിട്ട് ഒരു ഓൺലൈൻ സംവിധാനം അല്ലെങ്കിൽ ഒരു പെറ്റ് സർവീസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെറിയ പ്ലാന്റുകളാണെങ്കിൽ ഇപ്പോൾ DTDC വഴി നമ്മൾ അയക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ പുതിയതായിട്ട് കേരളത്തിൻ്റെ അങ്ങേറ്റം തുടങ്ങി ട്രിവാൻഡ്രം വരെ ഇപ്പോൾ ഒരു പെറ്റ് സർവീസ് പോലെയുള്ള വണ്ടികളുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്ലാന്റുകൾ പാക്ക് ചെയ്ത് എത്തിക്കാം. അപ്പോൾ ഇത് അവരുടെ വണ്ടി പോകുന്നത് എല്ലാം ഹൈവേ ബേസ് ചെയ്താണ്. അപ്പോൾ അത് അവരുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ ഈ നമ്മുടെ നിന്ന് മേടിക്കുന്ന കസ്റ്റമറും ഒക്കെ വേണമെങ്കിൽ ഈ ഫോൺ നമ്പർ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഹൈവേയിൽ പോയി കളക്ട് ചെയ്യണം. അതെ, ഹൈവേ പോയി അവർ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെ. അപ്പോൾ അതൊരു സൗകര്യമായിരിക്കും. അതെ, അതൊരു മിസ് വേൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. എന്നും പൂക്കളാണ്. അതെ 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 അതെ. കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ? അതെ, നല്ല ഭംഗിയാണ്. പോയാലും പെട്ടെന്ന് മരമായി അല്ലേ? ഇത് നല്ല മരമാണ്. അതെ, ഇതേപോലെയുള്ള മരങ്ങളും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതല്ലേ, നമുക്ക് സെയിലുണ്ടല്ലേ? പിന്നെ നമുക്ക് താല്പര്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മിക്ക നഴ്സറികളിലും മദർ പ്ലാന്റ് കൊടുക്കത്തില്ല. നമുക്ക് ഒരുപാട് കളക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് മദർ പ്ലാന്റുകൾ ഉണ്ട്. എന്തെന്ന് പറഞ്ഞ ഇപ്പൊ ഒരുപാട് വർഷമായില്ല നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉള്ള വെറൈറ്റികൾ ഉണ്ട് നമുക്ക്. ഇന്നാളെ കഴിഞ്ഞ ദിവസം ഒരു വളരെ പഴക്കമുള്ള ഒരു 3-4 വലിയ പ്ലാന്റുകൾ, റോമ വെരിക്കറ്റഡ് അതേപോലെയുള്ള പ്ലാന്റുകൾ ഇവിടുന്ന് കൊടുത്തായിരുന്നു. അവിടെ നിറയെ പൂക്കളാണ്. അവർക്ക് സന്തോഷമാണ്. അല്ല, അവർക്കൊന്നും ചെയ്യണല്ലോ, നേരെ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഒരു ഹൗസ് വാമിങ്, അപ്പൊ അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വലിയ ചെടികൾ പൂവോട് കൂടിയിട്ട് നമുക്ക്. അതെ, അതെന്ന് പറഞ്ഞാൽ ഈ ഹൗസ് വാമിങ്ങും പിന്നെ പ്രസന്റേഷൻ അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഇപ്പൊ ഏൽപ്പിക്കുന്നുണ്ട്. ഹൗസ് വാമിങ്ങിന്റെ ആ മുഹൂർത്തത്തിൽ ഇങ്ങനെ നല്ല ചെടി പൂവോട് കൂടി പൂവോടുകൂടി എത്തുമ്പോഴേക്കും അവിടെ കൂടിയിരിക്കുന്ന ഭയങ്കര വേറെ
ലെവലായി പോകും. അതെ അതെ, വീട് തന്നെ മാറിപ്പോകും. മാറിപ്പോവും. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം. ഞങ്ങള് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയത്ത് നമുക്ക് ആ വീട്ടിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതല്ലേ, നമുക്കിപ്പോ ഒരു ഓർഡർ ഇപ്പോൾ ഒരാൾക്ക് ഉണ്ട്, നമുക്കിപ്പോ കണ്ടു, വീഡിയോ കണ്ടു, താല്പര്യപ്പെട്ടു, അപ്പൊ നമുക്ക് ഒരു ചെടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കുകയാണോ അതോ വാട്സപ്പ് ചെയ്യാണോ? ആദ്യം വാട്സപ്പാണ്. അതെ, അപ്പൊ നമുക്ക് പിന്നീട് നോക്കിയിട്ടാണെങ്കിലും മറുപടി കൊടുക്കാം. വാട്സപ്പ് ആകുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് അവർക്ക് ഇതിന്റെ ഫോട്ടോയും വീഡിയോയും ലൈവായിട്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ കോൺടാക്ട് ചെയ്യുന്നവർ കൂടുതലും വാട്സപ്പ് ചെയ്താൽ അത്രയും നല്ലത്. വാട്സപ്പിലാണ് ഏറ്റവും നല്ലത്, ഗുഡായിരിക്കും. ഓക്കെ. ഇപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് കുറെ തൈകള്, അതായത് തൈ എന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ ഈ കാണുന്ന നല്ല എല്ലാം നല്ല 3-4 വർഷമെത്തിയ നല്ല പ്ലാന്റുകളാണ്. ഓരോ വർഷങ്ങളും ഇങ്ങനെ വയസ്സ് കൂടുന്തോറും ഇതിന്റെ പൂക്കള് ഭംഗിയും കൂടും, പൂവും നല്ലതായിരിക്കും. പിന്നെ ആ ചെടി ഒരിക്കലും നശിച്ചുപോയില്ല. അങ്ങനത്തെ രീതിയിലാണ് ഈ ചെടികളെല്ലാം വെച്ചുപിടിപ്പിച്ചേക്കുന്നത്. ഒരെണ്ണം വെച്ച് കഴിഞ്ഞാല് ആ ഏരിയ തന്നെ പ്രകാശമില്ലായിപ്പോ. അതെ അതെ, കണ്ടില്ലേ, നല്ല പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ് എല്ലാം. ശരിക്കും ഇവിടെ എല്ലാ ദിവസവും ഫ്ലവർ ഷോ തന്നെയല്ലേ? അതെ അതെ, നമുക്ക് എന്നും ഫ്ലവർ ഷോ ആണ്. അതെ അതെ, ശരിക്കും ഞാൻ വന്നപ്പം ഞെട്ടിപ്പോയി. കാരണം നമ്മൾ പല വീഡിയോയും തായ്ലൻഡിലെ അത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ ആയിരിക്കും, പക്ഷേ അതൊക്കെ കണ്ട് നമ്മളിവിടെ ഞെട്ടി. അതെ അതെ, നമ്മളുടെ ഒരു കഠിന പ്രയത്നം ഉണ്ട് ഇതിനകത്ത്. എന്നാലും നമ്മളെപ്പോഴും ഇതിന്റെ ചേരയുണ്ട്, ഇതിന്റെ കൂടെ ഉണ്ട്. അതാണ്, അത് വേണം, എന്നാലേ നമുക്കതൊരു ഇതാക്കിയെടുക്കാം. അതെ അതെ, അതാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം. സൺറൈസ് എന്ന് പറഞ്ഞില്ലേ ഒരെണ്ണം, അതൊന്നും കാണിക്കോ? അതിന്റെ ഒരു വേറെ വെറൈറ്റി തപസ്സെന്ന് എടുത്ത് ഇതിങ്ങനെ നിറച്ച് നിറയെ പൂക്കളാണ്. അതെ അതെ, പൂക്കൂടെയാണല്ലോ. അതെ അതെ അതെ, പൂക്കൊട്ടയാണ്, പൂക്കൊട്ട നിറച്ചും പൂവാണ്. ഇതൊക്കെ നമ്പർ 1 പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഫൈൻ പ്ലാന്റുകളാണ് ഞങ്ങൾ സെലക്ഷൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഗുഡ് വെറൈറ്റിയാണ്. അടിപൊളി. ഓക്കെ, ഇത് മൂൺലൈറ്റ് ആണ് കേട്ടോ. ഇത് അതെ, മൂൺലൈറ്റ് യെല്ലോ, അതിന്റെ യെല്ലോ ലീഫും. പക്ഷെ ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞാലേ നിറഞ്ഞു പോവായി, നല്ല ഭംഗിയാണ്, ഭയങ്കര ഭംഗിയാണ്. അതെ അതെ, ഇതിപ്പോ കുറച്ച് കൂടുതൽ ഒരുമിച്ച് വെച്ചാൽ ഭയങ്കര ഷോയാണ്. അതെ, അടുത്ത വർഷം അത് കുറച്ച് ചെയ്യണം. അടിപൊളിയാണ്. അതെ, എവിടെ നിന്നാലും ഒരു പ്രത്യേക കളറാണ്. മൂൺലൈറ്റ് അല്ലോ അല്ലേ? അതെ അതെ, നമുക്ക് തൈകളുണ്ടല്ലോ അല്ലേ? അത്യാവശ്യം ഉണ്ട്. ഗോൾഡൻ ബട്ടർ കപ്പാണ് കേട്ടോ. ഇതിന്റെ ലീഫിന് ഒരു ഗോൾഡൻ സാധാരണ ബട്ടർ കപ്പ്. അതില് നമുക്ക് ഗ്രീൻ കളർ ലീഫ്. അതെ തന്നെ, ലീഫിന് ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഇതിപ്പോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വന്നാണ് അല്ലേ? ഗോൾഡൻ ബട്ടർ കപ്പ്. ഇത് ഇറങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ഇതായിട്ടുണ്ട് കേട്ടോ, നാളായിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തൈ ആയിട്ടുണ്ടോ? തൈകൾ കുറച്ച് ആയിട്ടുള്ളൂ. അതെ, സെയിലുള്ളത് അതെ, ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഭാവിയിലേക്കുള്ള താരം ഇവനൊക്കെയാണല്ലേ? ചേട്ടാ, പിന്നെ ഇതിന്റെ സംരക്ഷണം എന്ന് പറയുമ്പോഴത്തേനും ചേട്ടനുണ്ട്, കൂടാതെ വേറെ ആരാണ് ഇതിന്റെ പുറകിലുള്ള ആ ഒരു നമ്മുടെ പ്രയത്നം? എന്റെ പുറകിലുള്ളൊരു ശക്തി എന്റെ വൈഫാണ് റെക്സി. പിന്നെ എന്റെ 2 പിള്ളേരുണ്ട്. അപ്പൊ എന്റെ ഒരു ചെറിയൊരു മോളുണ്ട്, അവളെപ്പോഴും രാത്രിയും പകലും ഇതിനകത്ത് തന്നെ. ഇപ്പൊ സ്കൂളിൽ പോയാണ്. അതെ അതെ. പിന്നെ എന്റെ ഭാര്യ റെക്സി, പുള്ളിക്കാരത്തി എപ്പോഴും ഈ മാനേജ്മെന്റും ഇതിന്റെ കാര്യങ്ങളെല്ലാം, അതിന്റെ സെയിൽസ് സെക്ഷനും എല്ലാ കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ഇപ്പൊ അമരത്തിക്കുന്ന ആള്, ഫോണിലും വാട്സപ്പെല്ലാം നോക്കുന്നൊക്കെ ചേച്ചി തന്നെയാണ്. റെക്സിയാണ് ഇപ്പൊ കൈകാര്യം, അതിന്റെ മേൽനോട്ടങ്ങള് ഒക്കെ. അപ്പം എല്ലാ ആശംസകളും. അതെ അതെ. മോള് ഏത് സ്കൂളിലാണ് പഠിക്കണേ? പേരൊന്ന് പറയുമോ സ്കൂളിന്റെയും മോളുടെയും? അതെ അല്ലേ? എന്റെ പേര് അമാൻഡ. പൂക്കളൊക്കെ ഇഷ്ടമാണോ? എന്നും വന്ന് കാണുമോ രാവിലെ? ഇന്ന് സ്കൂളിൽ പോകണം അല്ലേ? അപ്പോൾ സ്കൂളിലെ കുട്ടികളോടും ടീച്ചേഴ്സിനോടൊക്കെ അന്വേഷണം പറയും. താങ്ക് യു, ടാറ്റാ. ഇവിടെ നല്ല അടിപൊളി ഒരു മിസ് വേൾഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ചട്ടിയാണോ? പിന്നെ നമുക്ക് എടുക്കാം അല്ലേ? പൊക്കാം. അധികം വെയിറ്റ് ഇല്ല, അതിന്റെ പാക്കിംഗ് അങ്ങനെയാണ്. അതെ അല്ലേ? എടുത്തിട്ട് വന്നേ. അതെ, ഇതാണ് മിസ് വേൾഡ്. ഇത് ശരിക്കും നാളത്തെ വീഡിയോയിലെ കാവടി പോലെ തന്നെ. അതെ അതെ അതെ, ഇത് കണ്ടില്ലേ, നിറയെ പൂവാണ്. ഇതെല്ലാം ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് ഇത്രയും വലിയ സന്തോഷം വരണ്ടാവില്ല. ഇതാ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ്. അതെ അതെ, ഇതേപോലെ അത്യാവശ്യം കുറച്ച് പ്ലാന്റുകൾ നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരുപാട് ഇരിപ്പില്ലെങ്കിലും കുറച്ച് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഈ മിസ് വേൾഡ് തായ്ലൻഡ് വെറൈറ്റി ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ
അനുയോജ്യമായിട്ട് കേരളത്തിന്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിക്കുന്ന അതിമനോഹരമായ ഒരു പ്ലാന്റ് ആണ്. ഇതൊരു 1.5 പ്ലാന്റ് ആയി. അതെ അതെ അതെ. അധികം ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ല അത്. നമുക്കിതെല്ലാം ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം കേട്ടാ. ഇനി അല്ലാതെ പാഴ്സൽ സർവീസും വേണ്ടി ചെയ്യാം. നമുക്ക് ഫ്ലെയിം റെഡിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ. അതെ അതെ. അതിൽ നമുക്ക് കൊള്ളാവുന്ന ഒരു ചട്ടി എടുത്തിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും കാണിക്കാം. വിഷ്വല് ഫ്ലെയിം റെഡ് എടുത്ത് നല്ല ഇങ്ങോട്ട് തിരിച്ചെടുത്തോ. അതാണ് അത് തന്നെ. ഇത് ഫ്ലെയിം റെഡിന്റെ ശരിക്കും ഇത് നമ്മളിങ്ങനെ എടുത്ത് കാണുമ്പോൾ അതിന്റെ ആ ഭംഗി അറിയാലേ. അതെ അതെ. എടുത്ത് മാറ്റി വെക്കുമ്പോൾ ഓരോന്ന് ഈ കൂട്ടത്തിലിരിക്കുന്നേക്കാളും അതെ അതെ ഒരെണ്ണം മാത്രമായിട്ട് വരുമ്പോഴത്തേനും അതെ അതെ ഭംഗി തന്നെ ശരിക്കും അതെ അതെ വേറെ ലെവലായി. അതെ ഒരു 3 അടിയോളം. അതാണ് നല്ല ബുഷാണ്. അതെ ഇതിനകത്ത് നല്ല കോട്ടിങ് മിച്ചറാണ് ഇട്ടേക്കുന്നത്. അതല്ലേ, നിറച്ച് പൂക്കള് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നിൽക്കൂല. ഇത് വേറെ ലെവലായി. അതെ അതെ കാവടിന്റെ ഒരു 2.0 ഫ്ലെയിം റെഡ്. ഫ്ലെയിം റെഡ് അല്ലേ. അതെ അതെ. ഓക്കെ, നമുക്ക് ഇതൊക്കെ വിൽപ്പനയ്ക്കും ഉണ്ട്. നമുക്കുണ്ട് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇവിടെ. വല്ല വീട് താമസമോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ വെക്കാനും, പിന്നെ ഈ പ്രായമായ അമ്മമാരും ഒക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ഇതേപോലെ ഒരു 2-3 ചെടി ഒക്കെ മക്കൾക്ക് പ്രസന്റേഷൻ ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും. രാവിലെ വൈകുന്നേരം. അതെ അതെ അതെ. ഇപ്പൊ വീട്ടില് ആളില്ലാത്ത മക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊരു മാനസിക സന്തോഷവും. അതെ, ഓരോ ദിവസവും മൊട്ട് വിരിഞ്ഞു. അതെ അതെ, വിരിഞ്ഞും അവര് അതിനെ പരിചരിച്ചും കാര്യങ്ങളൊക്കെ സമയം പോക്കാണല്ലോ. അവരുടെ മനസ്സ് വളരെ സന്തോഷം ആയിരിക്കും. ആ അതെ അതെ. ഇത് വൈറ്റ് ഹാൻഡ് നല്ല ഗുഡ് പ്ലാന്റ് ആണ്. നല്ല നിറയെ പൂക്കളാണ് കേട്ടോ. നിറച്ച് പൂക്കളാണ്. ഇതൊക്കെ ഒരു 3, 4, 5 വർഷം എത്തിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കും പൂക്കള് കേട്ടാ. നമുക്ക് വെറൈറ്റി ഇത് സൺറൈസിന്റെ വെറൈറ്റി ആണ്. സൺറൈസ് വൈറ്റ് ആണല്ലേ. സൺറൈസിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതിനകത്ത് പെട്ട ഒരു വെറൈറ്റി ആണ് കേട്ടോ. നല്ല ഗുഡ് പ്ലാന്റ് ആയിരിക്കും. പ്യുവർ വൈറ്റ് അല്ലേ. അതെ 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 അതെ. ഇതാണ് ബ്ലൂബെറി പ്ലാന്റ് കേട്ടാ. നല്ല ഒന്ന് ചരിച്ച കണ്ട നിറച്ച് കുട പോലെ നിൽക്കും. നിറയെ പൂവ് ഉണ്ടാവും. ഇത് പൂ പോയ അപ്പൊ തന്നെ വീണ്ടും വീണ്ടും വരും. അതെ, നല്ല ഒരു നല്ല ബുഷിയാണ്. അതെ 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 അതെ. നമ്മള് വന്ന ടൈം കറക്റ്റ് അല്ലേ. അതെ 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 അതെ. എല്ലാം നിറച്ച് പൂ നിൽക്കണേ. അതെ 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 അതെ. ഇത് നമ്മുടെ ഒരുപാട് പ്ലാന്റുകൾ ഒരു ചെട്ടി. അതെ അതെ. ഇതൊരു 4 വെറൈറ്റി ഉണ്ട് കേട്ടോ. ചില്ലി ഐസ്ക്രീം, പിന്നെ ഫ്ലെയിം റെഡ്, അതാണ് ഹവായി മെറൂൺ, പിന്നെ ഏതാണ് ഫയർ ഉണ്ട്. അങ്ങനെ 4 കളറും കൂടിയുള്ള ചട്ടിയാണ് കേട്ടോ. ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 4 കളർ. നമുക്കിപ്പോ ഫ്ലാറ്റിലുള്ളവർക്കും അതുപോലെ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഒറ്റ ചട്ടി തന്നെ 5 പൂക്കൾ വെക്കാൻ പറ്റും. ശകരങ്ങളായിട്ട് വരും പൂക്കൾ കേട്ടോ. ബുഷായിട്ട് വരും, നല്ല ബുഷായിട്ട് വരും. ഇനി നമുക്ക് പൊക്കി കെട്ടണമെങ്കിൽ നമുക്ക് പൊക്കി എങ്ങനെ വേണേലും ചെയ്യാം. അതെ അതെ. നമ്മളൊരു ഗോൾഡൻ പെട്രോ ബാമ്പിനെ പറഞ്ഞില്ലേ. അതെ അതെ. അതൊന്ന് ഇത് നല്ല നല്ല സ്റ്റൈലിൻ ചെടിയാണ്. ഇതൊരു ആനച്ചന്തമുണ്ട്. അതെ 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 അതെ. എല്ലാ ലീഫുകളും എല്ലാം നല്ല നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ്. നല്ല ഷോയാണ് ഇത്. ഇലക്കാണ്, പൂവില്ലെങ്കിൽ പോലും ലീഫും എല്ലാം ഗോൾഡൻ പെട്രോ ബാമ്പിനോ നല്ല വെറൈറ്റിയാണ്. ഓറഞ്ചാണ്, നല്ല വെറൈറ്റിയാണ്. നല്ല ഫൈൻ വെറൈറ്റിയാണ്. നിറച്ച് ഇലയില്ലാതെ പൂക്കളുണ്ടാവും. ഇതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. അതെ അതെ അതെ. ഇത് തിമിട പീച്ചാണിത് കേട്ടാ. നിറയെ പൂക്കളാണ്. ഒരു കുറ്റവും പറയാൻ പറ്റില്ല. അതേപോലെ പൂക്കളാണ്. അതെ അതെ. ഒരു ചട്ടി 1.5 ചട്ടിയാണല്ലേ. അതെ അതെ അതെ. അത് 12 ഇഞ്ചിന്റെ ചട്ടിയാണെങ്കിലും അതിന്റെ സൈസ് ഒരു 3 അടി 4 അടിയോളം ഉണ്ട്. ഒരു കുറച്ച് വളം മതി കേട്ടോ. അല്പം വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൂക്കുറ്റി പോലെ കത്തും. അതേപോലെയാണ്. തിമ റെഡൊക്കെ ആദ്യം വന്നെങ്കിലും പീച്ചൊക്കെ പിന്നീടാണ്. ഇത് ബ്രിസാപ്പിങ്ങിന്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ബ്രിസാപ്പിങ്ങിന്റെ കുറച്ച് വെറൈറ്റികളുണ്ട് ഇവിടെ. ഇത് അധികം മുള്ളുകളൊക്കെ അധികം ഇല്ല, കുറച്ച് കുറവുണ്ട്. പിന്നെ ഒരു ഹാങ്ങിങ് സിസ്റ്റം പോലെയാണ് ഇതിന്റെ ലീഫുകളും. നിറച്ചും പൂക്കളും. അതെ, നിറയെ പൂവുണ്ടാവും. ഇതിന്റെ കമൽപ്പൂവും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ബ്രിസ റെഡ് ഇതിന്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് പൂ പെട്ടെന്ന് വരും, പിന്നെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. അതെ അതെ. മറ്റേ നിൽക്കുന്ന പോലെ ഒരുപാട് കാലം അങ്ങനെ നിൽക്കണില്ല. അതെ അതെ. എന്തായാലും നല്ല പിന്നെ നല്ല ഡിമാൻഡാണ്. അതെ അതെ. ഇപ്പോഴത്തെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു നമ്മുടെ ആ സക്കൂറയുടെ ആ ഒരു ഇതും കൂടെ ഒന്ന് കാണിക്കുമോ? കാണിക്കാം. തപസ്യ സക്കൂറ എന്നാണ്. വലിയ പ്ലാന്റ് ആണല്ലേ.
ഇത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ. നല്ല രസമുള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒറിജിനൽ സക്കുറയുടെ പൂക്കളാണ് കേട്ടോ. ചെറിയ പൂക്കളാണ് എല്ലാം. നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഓരോന്നും സെപ്പറേറ്റ് എടുക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഭംഗി ആസ്വദിക്കാൻ അതെ പറ്റുന്നത്. അതെ 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 ഒരുമിച്ചിരിക്കുന്നതിലേ അതെ അതെ അതെ. ഓരോന്ന് സെപ്പറേറ്റ് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണിത് കേട്ടോ. നല്ല തണ്ടുകളാണ് കണ്ട, നല്ല സ്ട്രോങ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആൾക്കാര് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അതായത് ആൾക്കാർക്ക് ഇതിന്റെ ഭംഗി കണ്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാൻ പറ്റും. അതാണ് നോക്കി നമുക്ക് എടുക്കാൻ പറ്റും, വാങ്ങാനും പറ്റും. അവരുടെ രീതിയിൽ ഇപ്പൊ നമുക്ക് പാഴ്സൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടാ. ഇവിടെ വരുന്നതാണ് സന്തോഷം. അതെ അതെ, വരുന്നതാണ് നമുക്ക് സന്തോഷം. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനും മനസ്സിലാക്കി കൊടുക്കാമല്ലോ. നമ്മുടെ ഗാർഡനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ രീതിയിലുള്ളൂ. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തായ്ലൻഡിലൊക്കെ കാണുന്ന ഒരു ഗാർഡൻ പോലെ. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ചേട്ടാ? കാരണം എല്ലായിടത്തും പൂവുണ്ട്, പക്ഷെ ഇത്ര കട്ടിക്ക് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഉണ്ടാവും. ഇല്ല, നമ്മളും കുടുംബം ഇതിനോടങ്ങാട് അലിഞ്ഞു ചേർന്നേക്കുന്നു. ഫാഷനാണല്ലേ? അതെ അതെ. പിന്നെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പിള്ളേരും എല്ലാം നമ്മളോട് കൂടെ ഉണ്ട്. ഒരു ടീം വർക്കാണ്. അതെ അതെ അതെ. പിന്നെ നമ്മള് ഇതിന്റെ സമയമൊന്നുമില്ല. ഇതിന് രാത്രിയും പകലും ഒക്കെ ഞങ്ങള് ഇതിന്റെ കൂടെ ഉണ്ട്. അതെ അതെ അതെ. പിന്നെ ഇതിന്റെ നമുക്ക് വളപ്രയോഗം, അതുപോലെ തന്നെ നന, അതേപോലെ പ്രൂണിങ്, ഇതൊക്കെ ഒന്ന് പറയട്ടെ. നമ്മൾ പ്രൂണിങ് ഒക്കെ ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഇടുന്ന വളങ്ങള് എല്ലുപൊടിയൊക്കെ, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ അതേപോലെയുള്ള വളങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതൊരു അടിസ്ഥാന വളമാണ്. അപ്പൊ ഈ വേപ്പിൻ പിണ്ണാക്കിനും എല്ലുപൊടിയിലൊക്കെ ഈ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഈ കീടങ്ങൾ വരാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് ഈ ഫോസ്ഫറസിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഈ കുരുക്കളാണല്ലോ. അപ്പൊ കുരുക്കള് എപ്പോഴും പൊട്ടാഷ്യം എല്ലാം ഫോസ്ഫറസ് ഒക്കെ കൂടുതൽ അതിനകത്തുണ്ട്. അപ്പൊ അതെല്ലാം അടിവളമായിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1.5 മാസമൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ്. ഈ സ്പ്രേ പോലെയുള്ള ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇല്ല ഇല്ല അല്ല. രാസവളങ്ങളോ? രാസവളങ്ങൾ ഇപ്പൊ DAP ആണ് ഇപ്പൊ മെയിനായിട്ട് ഉള്ളൊരു വളം. അതിനകത്ത് എല്ലാ വളങ്ങളും ഉണ്ട്. അപ്പൊ അത് കുറച്ച് നമ്മൾ ഉപയോഗിക്കും. ഒരു 45 ദിവസം കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ചെടികൾക്ക് ആവശ്യകരമാണെങ്കിൽ നമ്മൾ ഇടും. അതെ, കൂടുതൽ വളമിട്ട് കഴിഞ്ഞാൽ ഈ ചെടിയുടെ വേരെല്ലാം കംപ്ലൈന്റ് ആയി പോകും. അപ്പൊ പിന്നെ നമ്മള് എന്തോരം വളമിട്ടാലും പിന്നെ അത് ഏക്കില്ല. അപ്പൊ വളരെ കുറച്ച് വേണം ഈ വളപ്രയോഗം നമ്മൾ നടത്താനായിട്ട്. നനയാണെങ്കിൽ ഇപ്പോ 2 നേരം ആണ്. ഇപ്പൊ ഈ പൂക്കൾ വരുമ്പോ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിക്കണമെങ്കിൽ നല്ലതായിരിക്കും. അതായത് ഇപ്പൊ ഭയങ്കര വെയിൽ, അതെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നു. അതെ, അപ്പൊ വേണമെങ്കിൽ വൈകുന്നേരം ഒരു 2:30 മണി 3 മണിക്ക് ആകുമ്പോഴേക്കും ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ചെടിനെ കണ്ടാൽ അറിയാം നമുക്ക് അതിന് പാട്ടമുണ്ടാ, എന്താണ് അതിന്റെ ആവശ്യം എന്താണെന്നറിയാം. അതെ അതെ, അതനുസരിച്ചിട്ട് പെരുമാറിയാണ് എപ്പോഴും നല്ലത്. ഇത് അടർണയുടെ വെറൈറ്റി ആണ് കേട്ടോ. അടർണ നല്ല ഡിമാൻഡുള്ള. അതെ അതെ. അതുമ്പോ ഒരുപാട് കളറുകൾ വരുന്നുണ്ട്. അതാണ് അതിന്റെ ഡിമാൻഡ്. നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അടർണയുടെ തന്നെ ഒരു ഗോൾഡ് വെറൈറ്റിയാണ്. ഗോൾഡ് വെറൈറ്റി. അതിൽ കൂടുതൽ യെല്ലോ കൂടി വരും. അതെ അതെ, യെല്ലോ കൂടുകയും ചെയ്യും. കുറച്ച് വലിയ പൂക്കളായിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിന്റെ നല്ല നിറയെ പൂവുള്ള അതിന്റെ തൈകളുണ്ട്. ഒരു 2.5 അടി 3 അടി വരെയുള്ള. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ്. അതെ അതെ, നമുക്ക് സെയിലിനുള്ളതാണ്. അതെ, ഇത് ബട്ടർഫ്ലൈയുടെ ഒരു വെറൈറ്റിയാണ്. ബട്ടർഫ്ലൈ യെല്ലോ. അതെ അതെ അതെ. ഇത് നമ്മുടെ മഹാറാണി. അതെ, അത് മഹാറാണി. അതെ, നല്ല ഭംഗിയായിട്ട്. അതൊരു പ്ലാന്റ് ഒന്ന് വലുതായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും. കുറച്ചുകൂടെ ഭംഗി വരും. അതെ അതെ അതെ. മഹാറാണി ഇപ്പം ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണല്ലേ? കുറച്ച് നാളായെങ്കിലും ഇപ്പോഴും ഓടിക്കൊണ്ടിരിപ്പുണ്ട്. അതെ, ഡിമാൻഡ് ഉണ്ട്. അതിന്റെ തൈ പിടിപ്പിച്ചിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അതെ അതെ. നമുക്ക് ഇവിടെ തൈകളൊക്കെ നമ്മൾ തന്നെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാണ്. അതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് വരും. കറക്റ്റ് ആയിരുന്നു. അതായത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയിൽ പിടിപ്പിക്കണോണ്ട് അതൊന്നും കെട്ടുപോകില്ല, ചീത്തയായി പോകില്ല കേട്ടാ. സക്കുരയുടെ വെറൈറ്റി ആണ് കേട്ടാ. സാധാരണ എല്ലായിടത്തും വലിയ പൂക്കളാണല്ലോ. ഇത് അതിന്റെ ഒറിജിനൽ വെറൈറ്റി ആണ് കേട്ടോ. ഇത് സക്കുരയുടെ ഒറിജിനൽ വെറൈറ്റിയാണ്. നല്ല ചെറിയ പൂക്കളായിരിക്കും, ഭയങ്കര മനോഹരമായിരിക്കും ഈ ഒരു വെറൈറ്റി. നല്ല ചെറിയ ചെറിയ കുനുകുനാ. അതെ അതെ, ആ ഇനത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ. അതെ, ആ വെറൈറ്റിയും ഇനവും ഗുഡ് വെറൈറ്റീസുകളാണ്. അതെ അതെ, നല്ല എല്ലാം പരിണാമം അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇല്ല, ഒറിജിനൽ വെറൈറ്റിയാണ്. നമുക്കിപ്പം ഇതിപ്പം അടിപൊളി ഒരു
ശരിക്കും ഒരു എക്സോട്ടിക് ലൊക്കേഷനിൽ പോയ ഒരു ലുക്കുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് കേരളത്തിലാണെങ്കിൽ ഒരുപാട് മാരേജുകൾ അതുപോലെ ഓരോ ഫംഗ്ഷനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇപ്പം ആൾക്കാർക്ക് ഒരു താല്പര്യം വന്നു, നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇവിടെ എങ്ങാനും നിന്ന് നമുക്ക് ചെക്കനും പെണ്ണും നിന്ന് ഒരു ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പിന്നെ നമുക്കത് കൊടുക്കാം. ഇവിടെ നമ്മൾ ആർച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ 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 അതെ. ഇപ്പം ഈ ബോഗൻവില്ല നമുക്കിപ്പം പടർന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ കയറ്റി വിടാം അല്ലേ? നമുക്ക് ഇവരെയൊക്കെ ഒന്ന് ഒതുക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എന്താണ് റെഡിയാക്കാം. ഇപ്പൊ ഇത് സ്ക്വയർ ആണ്, ആർച്ച് വേണമെങ്കിൽ നമുക്ക് ആർച്ച് ഉണ്ടാക്കാം. അതെ, നമുക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. കുറച്ച് കലയും കൂടെ വേണമെന്നുള്ളൂ. അതെ അതെ. ഇപ്പൊ പല ആകൃതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതെ അതെ. നമ്മൾ കട്ട് ചെയ്ത് കെട്ടിയും കൊടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പിൽ ഏത് ഷേപ്പിലും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്ക്വയറും ഇത് ന്യൂ ഇയർ ഒക്കെ വന്നപ്പോ 2 ഇട്ടാണ് ഷോ. ഇതേപോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 4-5 ഇവിടെ ഉണ്ടായിരുന്നു. 1-2 പാർട്ടികൾ വന്നപ്പോ അത് അങ്ങനെ തന്നെ സെയിലായി. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സെയിലാക്കാം. നമുക്കത് അത് കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ തന്നെ. നമ്മൾ ഏതെങ്കിലും മോഡലൊക്കെ നമുക്ക് എപ്പോഴും ഒരു വ്യത്യസ്ത മോഡൽ ആക്കി കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാനായിട്ട് ആൾക്കാർക്ക് തയ്യാറാണ്. പിന്നെ നമ്മൾക്കും ഒരു സന്തോഷം, പല പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. എൻട്രൻസിലൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്ലാസ്റ്റിക് വെക്കുന്നതിലൊക്കെ എത്രയോ മനോഹരമായിരിക്കും. അതെ അതെ. ഇപ്പോ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളാണ് ഏറ്റവും അധികം ഈ ബൊഗൈൻവില്ല ഉയർത്തിക്കൊണ്ടുവന്നത്, ഏത് പൊക്കിക്കൊണ്ടുവന്നത്. ഈ എല്ലാവരും ചെറിയ ചെറിയ പ്ലാന്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങളാണ് ഈ ചട്ടിയില് ഈ സ്റ്റമ്പ് വെച്ചിട്ട് ഇത് 5 അടി 6 അടി ആക്കാനായിട്ടുള്ള ശ്രമം. എല്ലാവരും കുറ്റിച്ച് നിർത്തി. അതെ, എല്ലാവരും കുറ്റിച്ചാണ് നിർത്തിയത്. അന്ന് ഈ പൊക്കി കെട്ടുമ്പോഴേക്കും ആൾക്കാർക്ക് വേണ്ട, അതായത് ഈ പൊക്കം കുറഞ്ഞതാണ് വേണ്ടത് എന്ന് പറഞ്ഞു വരും. പക്ഷെ ഇന്നിപ്പോ വ്യത്യസ്തമായി. ഇപ്പൊ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കിപ്പോ കൊടുക്കാം. ഇതൊക്കെ നമ്മളിപ്പോ സക്കോറ ആണെങ്കിൽ നമ്മള് സാധാരണ കുറ്റിച്ച് നിൽക്കുന്നതിലും നോക്കുമ്പോഴത്തേനും ഭംഗിയുണ്ട്. അതെ 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 അതെ. നമുക്ക് ഒരാൾ പൊക്കത്തിലായില്ലേ, ഒരാൾ കഴിഞ്ഞു അല്ലേ? അതെ അതെ അതെ. ഇത് വളർത്തിയെടുക്കണം. നമ്മള് ഇതിന്റെ കൂടെ തന്നെ നിന്ന് അത് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഇപ്പൊ കുറ്റിച്ച് വെക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് കട്ട് ചെയ്താൽ മതി. അതെ അതെ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നും കുറ്റിച്ച്. പക്ഷെ അത് വലുതാക്കി പരിചരിച്ചെടുക്കാനാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഇതിപ്പോ ആർച്ചാകുമ്പോഴും എങ്ങനെയായാലും അതെ അതെ. നമുക്കിപ്പോ ഒരുപാട് ഷേപ്പുകൾ നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ വരും അല്ലേ? അതെ 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 അതെ. കുറ്റിച്ച് വേണേ കുറ്റിച്ച്, ഹാങ്ങിങ് വേണേ ഹാങ്ങിങ്, അതുപോലെ ആർച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ അത്. അതെ അതെ. എല്ലാത്തിനും ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതെ അതെ. ഇതെല്ലാം നല്ല രസമാണ്. ആർച്ചുകളും ഇത് നമ്മള് ഏതാ ഇത് പ്ലാന്റ്? ഇത് സൺറൈസിന്റെ വെറൈറ്റിയാണ്. സൺറൈസ് എപ്പോഴും പോകും. ഇത് നമ്മള് ആർച്ചായിട്ട് സെറ്റ്. അതെ അതെ അതെ. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ആൽബം അല്ലെങ്കിൽ വെഡിങ് അവർക്കൊക്കെ ശരിക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ കൂടി നടക്കുകയും വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ. അതെ അതെ. എന്തായാലും അവർക്കൊരു ചാൻസ് കൊടുത്തതിന് താങ്ക്സ് ഉണ്ട് ചേട്ടാ. എല്ലാരും ഇപ്പൊ ഗാർഡനിലേക്ക് എല്ലാരെയും അങ്ങനെ നമുക്ക് കേൾക്കുന്നില്ല. ആൾക്കാരെ ശല്യം ചെയ്യുമെന്ന് കരുതിയിട്ടാണ് മറ്റുള്ള നഴ്സറിക്കാരും അങ്ങനെ ഒരു അവസരം കൊടുത്തതിന് എന്തായാലും ആൾക്കാർ അത് യൂസ് ചെയ്യട്ടെ ചേട്ടാ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളിപ്പോ കുറച്ചു കാലമൊക്കെ നമ്മൾ ജീവിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒരു സന്തോഷമായിട്ട് പിന്നെ നമ്മുടെ ഈ വീഡിയോയിലും എന്നും നിലനിൽക്കും. അതാണ്, എന്നും കാണാലോ. അതെ അതെ, എന്നും കാണാം. നമ്മള് ഒരുപാട് പ്രായമാകുമ്പോഴും നമുക്ക് ഇതൊക്കെ അവരോടൊപ്പം കാണാലോ. അതെ അതെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പല ഗാർഡനും ഇത്തവണ ചില ബുദ്ധിമുട്ടുകൾ, അവർക്ക് കുറച്ച് സുഖമില്ലാതെ വന്നു. അങ്ങനെ വന്നു ഒരു 6 മാസത്തെ ഒരു നോട്ടക്കുറവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഗാർഡൻ നേരെ പകുതിയായി. അതെ അതെ. ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ടയർഡായിട്ട് ഹോസ്പിറ്റലായിട്ട് നടക്കിയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലെപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു, ഇതൊക്കെ നശിച്ചു പോവോ എന്താണെന്നുള്ള. അപ്പൊ ഇതൊക്കെ ഒരു നിമിഷം മതി എല്ലാം കത്തിച്ചാമലായിട്ട്. പിന്നെ അപ്പൊ നമ്മൾ ഇപ്പോഴുള്ള നിമിഷത്തില് നമ്മളും എൻജോയ് ചെയ്യുക, മറ്റുള്ളവർക്കും എൻജോയ് ചെയ്യുക. പിന്നെ അവർക്കൊരു സാഹചര്യം. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഈ ഏരിയയിലൊന്നും ഇങ്ങനത്തെ ഒരു ഗാർഡൻ ഇല്ല. അതെ. അപ്പൊ എല്ലാവർക്കും, പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞുള്ളവർക്കും എല്ലാവർക്കും വന്ന് ഇവിടെ ഇതെല്ലാം ആസ്വദിക്കാം. ആസ്വദിക്കുന്നതിന് പൈസയുമില്ല, ടിക്കറ്റും ഇല്ല, ഒന്നുമില്ല. നമ്മളെല്ലാവരെയും സ്വന്തം പോലെ കാണാണ്. അതെ അതെ. അപ്പൊ അവര് വന്ന് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഇവിടെ വന്ന് അതിനോട് ആനന്ദിച്ച് പോയിക്കോട്ടെ. നമുക്ക് അതിനകത്ത് സന്തോഷമുള്ളൂ. അതെ. അതുപോലെ ഇത് കാണാനായിട്ട് മാത്രം വരുന്നവർക്കും കുഴപ്പമൊന്നുമില്ല. അതെ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും വന്നത് മേടിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക്
നമുക്ക് കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനോടൊരു അതിയായ ഒരു ഇത് ബിസിനസ് എന്നതിനേക്കാളും പാഷനാണ്. അതെ അതെ, ഇതിനോടൊരു അതിയായ ഒരു കടപ്പാട് പോലെ ഓക്കെ വന്നിട്ടുണ്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ അപ്പുറത്തിരിക്കുന്നത് ബ്രിസഡ റെഡ് ആണ് ട്ടോ. അത് ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണത്. അതെ അതെ, ഏതിനൊക്കെയാണ് ഭംഗി എന്ന് പറയാൻ, എല്ലാത്തിലും നമ്മൾ ഭംഗി ഭംഗി എന്ന് പറയണം. അത് പറഞ്ഞു പോയാണ് നമ്മള്. അതെ അതെ അതെ, അത് ഓരോന്നെ കാണുമ്പോഴേക്കും അതിന്റെ ഒരു ഭംഗി കണ്ടിട്ട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. യെല്ലോ ഗോൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ട്ടോ. നല്ല വെറൈറ്റി ആണ്, മറ്റേ വെരിഗേറ്റഡ് ലീഫ് ആണ്. അതെ അതെ, കുറച്ച് സ്ട്രോങ് പ്ലാന്റ് ആണത്. അതിൽ പ്രത്യേകതയുള്ള പൂവാണത്. ഒരുപാട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല. ഫോക്സ്റ്റൈല് യെല്ലോ വേണ്ട, നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. ഇതിന്റെ ഓറഞ്ചും ഉണ്ട് കേട്ടോ, ഓറഞ്ചിന്റെ അങ്ങനെ. നമുക്ക് ഈ ഒരു സൺറൈസ് ടൈമിലാണ് ഇതിന്റെ ആ ഒരു ഭംഗി തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രത്യേക ഗോൾഡൻ ആണോ യെല്ലോ ആണോ ക്രീം ആണോ പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക ഗ്രേസ് ആണ്. രക്ഷയില്ലാത്ത അതെ അതെ, പ്രത്യേക പൂക്കള്. ഫോക്സ്റ്റൈലെല്ലാം നല്ല ചെതറി നിൽക്കേണ്ടത്. അതെ അതെ, വാട്ടർമെലൺ കിസ്സാണ് ട്ടോ. അതല്ലേ, നല്ല പ്ലാന്റ് ആണ്. തണ്ണിമത്തൻ മുറിച്ച് വെച്ച അതാണ് അതിനാ പേര്. വാട്ടർമെലൺ. ഇതിന്റെ ഒരുപാട് വെറൈറ്റികൾ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ മാർക്കറ്റിൽ. ഒരുപാട് വെറൈറ്റി, ഇതിന്റെ കളർ കൂടിയതും കുറഞ്ഞതും കേട്ടുണ്ട്. അതെ അതെ അതെ, ഒരുപാട് നല്ല ഷോ ആയിട്ടുള്ള. ഇതിന്റെ അരിയിൽ ഒരു മഞ്ഞ കൂടിയെല്ലാം വരുന്നുണ്ട്. കണ്ടൊരു ബട്ടർ കപ്പിന്റെ രീതിയിലേക്കാണ് അത് വരുന്നത്. ഷോ ആണത്. ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റാർ ആണ് ക്രിസ്റ്റീന. നല്ല വെറൈറ്റിയാണ്. നല്ല കുങ്കുമം വാരി എറിഞ്ഞ പോലെ തന്നെയാണ് അതിന്റെ രീതി. നല്ല ഭംഗിയാണ്. ശരിക്കും ഇപ്പൊ നമ്മളൊരു ബോഗൻവില്ല കളക്ഷൻ തുടങ്ങിയ ആൾക്കാർക്ക് വട്ടാവൂലേ? നമ്മളെ കയ്യിലിരിക്കുന്നത് ഏറ്റവും പുതിയതെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും. അല്ല, ഇതിപ്പോ എവിടെ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഞങ്ങളൊരു 42-43 ഇയേഴ്സിന് മുമ്പ് ശരിക്കും അന്ന് സ്റ്റാർട്ട് ചെയ്തത് 40 കളേഴ്സ് ആണ്. അപ്പൊ ഈ 40 കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ആദ്യം തുടങ്ങിയത്. അപ്പൊ അന്ന് നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും ഒക്കെ ഇതിന്റെ ചെറിയ ആഡ് കൊടുക്കുമായിരുന്നു. അതായത് ഈ കളർ ഇത്രയും കളർ ഉണ്ടെന്ന്. അപ്പൊ അന്ന് വളരെ അപൂർവമുള്ള, അധികം അന്നും വന്നിരുന്നത് ഡോക്ടർമാരാണ് ട്ടോ. അപ്പൊ ഞാൻ ചെറിയ പ്ലാന്റുകളൊക്കെയാണ് അന്ന് വെച്ചുപിടിപ്പിച്ചത്. പക്ഷെ ഇന്നത്തെ രീതിയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി. ഇത് എവിടെ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. അതായത് അതേപോലെ എല്ലാ ദിവസവും പുതിയ പുതിയ പ്ലാന്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. അതെ അതെ, വെറൈറ്റികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനകത്ത് മെച്ചപ്പെട്ട കുറച്ച് നമുക്ക് ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത് എന്നതാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ ഇപ്പൊ കൂടുതൽ വെച്ചുപിടിപ്പിച്ചോണ്ടിരിക്കുന്നത്. വെറൈറ്റികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെ അതെ, വെറൈറ്റികൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പൂ കുറവുള്ളതും പൂ കൂടുതലുള്ള വെറൈറ്റി ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിൽ ഏതാണ് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ക്ലൈമറ്റിലും നമുക്ക് പൂവുണ്ടാകുന്നതും അല്ലെങ്കിൽ നമ്മുടെ സമയവും ഇതെല്ലാം ഇതായിരിക്കും. ഇത് ഫ്ലെയിം യെല്ലോ ആണ്. ഇത് ഈ കിടന്ന ഈ വലിയ പ്ലാന്റ് ഫ്ലെയിം യെല്ലോ. അതെ തന്നെ, ഫ്ലെയിം റെഡ് പോലെ. പക്ഷെ എനിക്ക് ആ ഫ്ലെയിം റെഡിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല. അത്രയും പൂവങ്ങാട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത്രയും ഒരു ശരിയായിട്ടുള്ള ഒരു രീതി വന്നിട്ടില്ല. ഇപ്പൊ ഈ പുതിയ വെറൈറ്റികൾ വരും എന്ന് പറഞ്ഞല്ലോ. ഇതിപ്പോ നമുക്കെല്ലാം വിദേശത്തു നിന്നല്ലേ ഇപ്പൊ വരുന്നത്? അതെ അതെ അതെ, തായ്ലൻഡ്. അതെ അതെ, തായ്ലൻഡ്, ഓരോ രാജ്യങ്ങളുടെ വെറൈറ്റികളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ ഡൽഹിയിൽ ഇതിന്റെ ഉൽപാദന കേന്ദ്രങ്ങളുണ്ട്. അതാ പിന്നെ അവര് ഇതെല്ലാം ചിലപ്പോ നമുക്കത് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് നമുക്കത് വാങ്ങിക്കാൻ സാധിക്കില്ല. അത് തായ്ലൻഡിൽ നിന്നോ ചൈനയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ അതിന്റെ സെയിലുകൾ ഇല്ലെന്നുള്ളതാണ് നമ്മുടെ കേട്ടറിവ്. അതെ അതെ, ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ടല്ലേ? അതെ അതെ, പിന്നെ നമ്മുടെ ലക്നോയിലൊക്കെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബൊട്ടാണിക് ഗാർഡനൊക്കെ ഉണ്ട് ലക്നോയില്. ഞാനവിടെ പോയി 10 ദിവസം താമസിച്ചിട്ടുണ്ട് പണ്ട്. അതെ 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 അതെ, അവിടെ എല്ലാം നല്ല നല്ല ഇങ്ങനെ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന വെറൈറ്റികളെല്ലാം ഓരോന്ന് അതിന്റെ സയന്റിഫിക് നെയിമുകളും എല്ലാം എഴുതി ചുറ്റിനും ക്യാമറയും ഒരു ഗ്രില്ലിന്റെ കൂട്ടിലാണ് അവരിതിങ്ങനെ ഓരോന്നേ വെച്ചേക്കുന്നത്. അതെല്ലാം ഒരു 2 സെന്റ് വിസ്താരം വരുന്ന ഒരു സ്ഥലത്താണ് ഒരു പ്ലാന്റ് വെച്ചേക്കുന്നത്. അതെ അതെ, അത് ആര് ഉൽപ്പാദിപ്പിച്ചു, ആരത് കണ്ടുപിടിച്ചു, അതിന്റെ എല്ലാവരുടെയും പേരുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് വർഷമാണ് അത് ഉൽപ്പാദിപ്പിച്ചതെന്ന് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സൂഫിയ ഇന്ത്യയാണ്. സൂഫിയ ഇന്ത്യ അല്ലേ? നല്ല മൾട്ടി കളർ അല്ലേ? അതെ. ഒഡീഷയിലുണ്ടോ ബോഗൻവില്ലയൊക്കെ? കുറച്ചുകൂടി ഉണ്ട്. അതല്ലേ, ഇവിടുത്തെ കാലം ഉണ്ടോ? ഉണ്ട്.
അത്ര പുതിയ വെറൈറ്റി ഒക്കെ അവിടെ ഇല്ല. ഇല്ല. ഇതാണ് പുതിയ വെറൈറ്റി ആണ്, ഇപ്പോൾ സ്റ്റോക്ക് കൊണ്ടാണ്. ഇത് നമുക്ക് ഗോൾഡൻ സൺഷൈൻ ആണ്. ഗോൾഡൻ സൺഷൈൻ. അതെ, ഇതും മൾട്ടി കളർ വരും അല്ലേ? അതെ, 3-4 കളർ വരും. ഗോൾഡൻ സൺഷൈൻ അല്ലേ? അതെ, ഇതാണ് നമുക്ക് കുറച്ച് ഓൾഡ് ആയി വെറൈറ്റി ആണ്. എനിക്ക് നല്ല വെറൈറ്റി ആണ്. നമുക്ക് ഇത് ചിത്രമാണ് ഇതിന്റെ ചിത്ര എന്നാണ് പേരല്ലേ? ഇതാണ് നമ്മുടെ നല്ല വൈറ്റ് ആണ്. ഇതാണ് വിധതായി വൈറ്റ് ആണ്. വിടാതിരി വൈറ്റ് അല്ലേ? അതെ അതെ, ചെറിയ പൂവ് നല്ല ഭംഗിയുണ്ടല്ലേ? അതെ. ഇതിനൊരു പിങ്ക് ഷെയ്ഡ് ഇതായിട്ട് വരും. അതെ അല്ലേ? അതെ അതെ അതെ, ലൈറ്റ് പിങ്ക് അല്ലേ? അതെ അതെ. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഓറഞ്ച് ആണ്. ഇത് പുതിയ വെറൈറ്റി ഒക്കെ അതിന്റെ സ്റ്റോക്കിൽ ഇത് വരും. അതെ അല്ലേ? പുതിയ വെറൈറ്റി ആണല്ലേ ബട്ടർഫ്ലൈ ഓറഞ്ച്? അതെ, ഇത് നമ്മുടെ പഴയ ഫയർ ഒപ്പാൽ അല്ലേ? അതെ. ഇതും ബട്ടർഫ്ലൈ ഓറഞ്ചിൻ്റെ തന്നെയല്ലേ? അതെ അതെ. ഇപ്പോൾ വീട്ടിൽ പണിയെടുക്കാനാണോ പൂക്കളില്ലാത്ത വീട്ടിൽ പണിയെടുക്കാനാണ് ഇഷ്ടം? ഇവിടെ നല്ല ഇഷ്ടമുണ്ട്, നല്ല പൂ കാണാനല്ലേ? രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരത്തൊക്കെ ഒരു സന്തോഷം കിട്ടൂലേ? അതെ അതെ. ടാഗ്ലോണിന്റെ യെല്ലോ കളറാണ് കേട്ടോ. ഇതിന്റെ റെഡ് ഉണ്ട്. അങ്ങനെ 2-3-4 കളറുകൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ തൈകൾ ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് പൂ വിരിയത്തില്ല ഇങ്ങനെ? അതെ അതെ, അതാണ് അതിന്റെ പ്രത്യേകത. അതെ അതെ, ആ വിരിയാതെ നിൽക്കും, മയങ്ങി നിൽക്കും. അതെ അതെ അതെ, അതാണ് അതിന്റെ പ്രത്യേകത. അതെ അതെ അതെ. നമുക്ക് 3-4 കളർ ഉണ്ട് 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 ഉണ്ട്. ഓക്കെ. ഹാർട്ട് എന്നാണ് കേട്ടോ, നല്ല വെറൈറ്റിയാണ് ഇത്. ഹാർട്ട് ഷേപ്പ് തന്നെ. അതെ അതെ, ഒരു സ്വിഫ്റ്റ് ഹാർട്ട് ഉണ്ട്. ഒരു നല്ല പൂവാണ് കേട്ടോ. അതിന്റെ വലിയ പ്ലാന്റ് അവിടെ ഉണ്ട്. ഇത് റാസ്ബെറി ഐസിന്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല സ്ട്രോങ് പ്ലാന്റുകളാണ്, പെട്ടെന്ന് അത് ചീത്തയായി പോകില്ല. ഇത് സക്കുറ ഹാങ്ങിങ് വെറൈറ്റിയാണ് കേട്ടോ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ചെറിയ പൂക്കളായിരിക്കും. നല്ല വലിപ്പമുള്ള പൂക്കളല്ല, അല്ല, വളരെ സ്മോൾ പൂക്കളാണ്. വളരെയധികം ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഒറിജിനൽ സക്കുറ. അതെ അതെ, ഇത് ആ ചെറിയ പൂക്കളും ഒരു പ്രത്യേകത ഉണ്ടാവും. ഹാങ്ങിങ് ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. അതെ അതെ അതെ, ഹാങ്ങിങ് ആണെങ്കിൽ പിന്നെ അതിന്റെ പോട്ടും അത്യാവശ്യം വലുതാണല്ലോ, അപ്പൊ അത് ഒരുപാട് കാലം നിന്നോളും, കംപ്ലൈന്റ് വരില്ല. ഓക്കെ, ഇത് നമ്മുടെ ക്രിസ്റ്റീന അല്ലേ? ഇത് ക്രിസ്റ്റീന. എപ്പോഴും നല്ല ഷോ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ക്രിസ്റ്റീന. അത് ഇത് സുവർണയുടെ ഫോക്സ് സ്റ്റൈൽ യെല്ലോ പോലെ തന്നെ ആ ഒരു കളർ ചേഞ്ചിൽ അങ്ങനെ. അതെ അതെ, ഗോൾഡൻ കളറും. അതെ അതെ. ഫോക്സ്റ്റൈലിന്റെ ഈ പൂക്കൾക്ക് ഇവിടെ ഒരു കൂർമ്മയുണ്ട്. ഈ പൂക്കൾക്ക് ഒരു കൂർമ്മയുണ്ട്. ഇത് അത്രയും കൂർമ്മ ഇല്ല, അതിന്റെ ഒരു വ്യത്യാസമായിട്ട് കാണുന്നത്. ഇവിടെ നമ്മള് ആർച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ 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 അതെ. ഇപ്പൊ ഈ ബോഗൻവില്ല നമുക്ക് ഇപ്പം പടർന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ കയറ്റി വിടാം അല്ലേ? നമുക്ക് ഇവരെയൊക്കെ ഒന്ന് ഒതുക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പില് നമുക്ക് റെഡിയാക്കാം. ഇപ്പൊ ഇത് സ്ക്വയർ ആണ്, ആർച്ച് വേണമെങ്കിൽ നമുക്ക് ആർച്ച് ഉണ്ടാക്കാം. അതെ, നമുക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. കുറച്ച് കലയും കൂടെ വേണമെന്നുള്ളൂ. അതെ അതെ, ഇപ്പൊ പല ആകൃതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതെ അതെ, നമ്മൾ കട്ട് ചെയ്ത് കെട്ടിയും കൊടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പിൽ. അതെ അതെ, ഏത് ഷേപ്പിലും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്ക്വയറും ഇത് ന്യൂ ഇയർ ഒക്കെ വന്നപ്പോ 2 ഇട്ടാണ് ഷോ. ഇതേപോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 4-5 ഇവിടെ ഉണ്ടായിരുന്നു. 1-2 പാർട്ടികൾ വന്നപ്പോ അത് അങ്ങനെ തന്നെ സെയിലായി. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സെയിലാക്കാം. നമുക്കത് അത് കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ തന്നെ. നമ്മൾ ഏതെങ്കിലും മോഡലൊക്കെ നമുക്ക് എപ്പോഴും ഒരു വ്യത്യസ്ത മോഡൽ ആക്കി കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാനായിട്ട് ആൾക്കാർക്ക് തയ്യാറാണ്. പിന്നെ നമ്മൾക്കും ഒരു സന്തോഷം, പല പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. എൻട്രൻസിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്ലാസ്റ്റിക് വെക്കുന്നതിലൊക്കെ എത്രയോ മനോഹരമായിരിക്കും. അതെ അതെ, ഇപ്പോ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളാണ് ഏറ്റവും അധികം ഈ ബൊഗൈൻവില്ല ഉയർത്തിക്കൊണ്ടുവന്നത്, പൊക്കിക്കൊണ്ടുവന്നത്. ഈ എല്ലാവരും ചെറിയ ചെറിയ പ്ലാന്റ് ആയിരുന്നു, പക്ഷെ ഞങ്ങളാണ് ഈ ചട്ടിയില് ഈ സ്റ്റമ്പ് വെച്ചിട്ട് ഇത് 5 അടി 6 അടി ആക്കാനായിട്ടുള്ള ശ്രമം. എല്ലാവരും കുറ്റിച്ച് നിർത്തി. അതെ, എല്ലാവരും കുറ്റിച്ചാണ് നിർത്തിയത്. അന്ന് ഈ പൊക്കി കെട്ടുമ്പോഴേക്കും ആൾക്കാർക്ക് വേണ്ട, അതായത് ഈ പൊക്കം കുറഞ്ഞതാണ് വേണ്ടത് എന്ന് പറഞ്ഞു വരും. പക്ഷെ ഇന്നിപ്പോ വ്യത്യസ്തമായി, ഇപ്പൊ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കിപ്പോ കൊടുക്കാം. ഇതൊക്കെ നമ്മളിപ്പോ സക്കുറ ആണെങ്കിൽ നമ്മള് സാധാരണ കുറ്റിച്ച് നിൽക്കുന്നതിലും നോക്കുമ്പോഴത്തേനും ഭംഗിയുണ്ട്. അതെ 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 അതെ, നമുക്ക് ഒരാൾ പൊക്കത്തിലായില്ലേ, ഒരാൾ കഴിഞ്ഞു അല്ലേ? അതെ അതെ അതെ, ഇത് വളർത്തിയെടുക്കണം. നമ്മള് ഇതിന്റെ കൂടെ തന്നെ നിന്ന് അത് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഇപ്പൊ കുറ്റിച്ച് വെക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് കട്ട് ചെയ്താൽ മതി. അതെ അതെ, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നും കുറ്റിച്ച്. പക്ഷെ അത്
വലുതാക്കി പരിചരിച്ചെടുക്കാനാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഇതിപ്പോ ആർച്ച് ആകുമ്പോഴും എങ്ങനെയായാലും അതെ അതെ, നമുക്കിപ്പോ ഒരുപാട് ഷേപ്പുകൾ സക്കൂറ നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ വരും അല്ലേ? അതെ 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 അതെ. കുറ്റിച്ച് വേണേ കുറ്റിച്ച്, ഹാങ്ങിങ് വേണേ ഹാങ്ങിങ്, അതെ അതുപോലെ ആർച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ അത്. അതെ അതെ, എല്ലാത്തിനും ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതെ അതെ, ഇതെല്ലാം നല്ല രസമാണ്. ആർച്ചുകളും ഇത് നമ്മള് ഏതാ ഇത് പ്ലാന്റ്? ഇത് സൺറൈസിന്റെ വെറൈറ്റിയാണ്. സൺറൈസ് എപ്പോഴും പോകും. ഇത് നമ്മള് ആർച്ചായിട്ട് സെറ്റ്. അതെ അതെ അതെ. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ആൽബം അല്ലെങ്കിൽ വെഡിങ് അവർക്കൊക്കെ ശരിക്കും അവർക്കൊക്കെ ശരിക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ കൂടി നടക്കുകയും വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അതെ അതെ. എന്തായാലും അവർക്കൊരു ചാൻസ് കൊടുത്തതിന് താങ്ക്സ് ഉണ്ട് ചേട്ടാ. എല്ലാരും ഇപ്പൊ ഗാർഡനിലേക്ക് എല്ലാരെയും അങ്ങനെ നമുക്ക് കേട്ടുന്നില്ല. ആൾക്കാര് ശല്യം ചെയ്യുമെന്ന് കരുതിയിട്ടാണ് മറ്റുള്ള നഴ്സറിക്കാരും അങ്ങനെ ഒരു അവസരം കൊടുത്തതിന് എന്തായാലും ആൾക്കാർ അത് യൂസ് ചെയ്യട്ടെ ചേട്ടാ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളിപ്പോ കുറച്ചു കാലമൊക്കെ നമ്മൾ ജീവിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒരു സന്തോഷമായിട്ട് പിന്നെ നമ്മുടെ വീഡിയോയിലും എന്നും നിലനിൽക്കുക. അതാണ്, എന്നും കാണാലോ. അതെ, എന്നും കാണാം. നമ്മള് ഒരുപാട് പ്രായമാകുമ്പോഴും നമുക്ക് ഇതൊക്കെ അവരോടൊപ്പം കാണാലോ. അതെ അതെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പല ഗാർഡനും ഇത്തവണ ചില ബുദ്ധിമുട്ടുകൾ, അവർക്ക് കുറച്ച് സുഖമില്ലാതെ വന്നു. അങ്ങനെ വന്നു ഒരു 6 മാസത്തെ ഒരു നോട്ടക്കുറവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഗാർഡൻ നേരെ പകുതിയായി. അതെ അതെ. ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ടയർഡായിട്ട് ഹോസ്പിറ്റലായിട്ട് നടക്കിയിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിലെപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു, ഇതൊക്കെ നശിച്ചു പോവോ എന്താണെന്നുള്ള. അപ്പം ഇതൊക്കെ ഒരു നിമിഷം മതി എല്ലാം കത്തിച്ചാമ്പലായിട്ട്. പിന്നെ അപ്പം നമ്മൾ ഇപ്പോഴുള്ള നിമിഷത്തിൽ നമ്മളും എൻജോയ് ചെയ്യുക, മറ്റുള്ളവർക്കും എൻജോയ് ചെയ്യുക. പിന്നെ അവർക്കൊരു സാഹചര്യം. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഈ ഏരിയയിലൊന്നും ഇങ്ങനത്തെ ഒരു ഗാർഡൻ ഇല്ല. അതെ, അപ്പൊ എല്ലാവർക്കും പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞുള്ളവർക്കും എല്ലാവർക്കും വന്ന് ഇവിടെ ഇതെല്ലാം ആസ്വദിക്കാം. ആസ്വദിക്കുന്നതിന് പൈസയുമില്ല, ടിക്കറ്റും ഇല്ല, ഒന്നുമില്ല. നമ്മളെല്ലാവരെയും സ്വന്തം പോലെ കാണാണ്. അതെ അതെ. അപ്പൊ അവര് വന്ന് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഇവിടെ വന്ന് അതിനോട് ആനന്ദിച്ച് പോയിക്കോട്ടെ, നമുക്ക് അതിനകത്ത് സന്തോഷമുള്ളൂ. അതെ, അതുപോലെ ഇത് കാണാനായിട്ട് മാത്രം വരുന്നവർക്കും കുഴപ്പമൊന്നുമില്ല. അതെ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും വന്നത് മേടിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനോടൊരു അതിയായ ഒരു ബിസിനസ് എന്നതിനേക്കാളും പാഷനാണ്. അതെ അതെ, നമുക്കിത് ഇതിനോടൊരു അതിയായ ഒരു കടപ്പാട് പോലെ വന്നിട്ടുണ്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അത് കാണിച്ചത് ഇപ്പൊ ഇറങ്ങിയിട്ട് കുറച്ച് നാളാണെങ്കിലും ഇത് നല്ല ഷോയാണ്. ഇത് ലീഫൊക്കെ നല്ല ഒരു ഗോൾഡൻ കളർ വരും. നല്ല മനോഹരമായ പൂക്കളാണിത്. സാധാരണ ബട്ടർ കപ്പ് ലീഫാണ്. അതെ അതെ, ഇതിന് ഒരു യെല്ലോ ഒരു ഗോൾഡൻ കളർ വരുന്നുണ്ട്. നല്ല വെറൈറ്റിയാണിത്. സ്റ്റോക്കുകളായി വരുന്നുള്ളൂ കേട്ടോ കൂടുതൽ. അപ്പൊ ആർക്കെങ്കിലും അതിന്റെ തൈകളുണ്ടെങ്കിൽ നമുക്ക് സാവധാനം കൊടുക്കാം, അടുത്ത സീസണിലേക്ക്. അതെ, ഇപ്പൊ കുറച്ചുകൂടി ഇരിപ്പുണ്ട്. എന്നാലും അതൊന്ന് കുറച്ച് കൂടുതലാക്കിയിട്ട് വേണം നമ്മുടെ ഉൽപ്പാദനം. പിന്നെ ഇപ്പം പല ഡോക്ടേഴ്സും പറയുന്നുണ്ട് ഡിപ്രഷൻ, അതുപോലുള്ള ആങ്സൈറ്റി, അതുപോലെ മാനസികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ചെടികൾ അല്ലെങ്കിൽ പൂക്കൾ കാണുക, അങ്ങനെയുള്ള കാര്യം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? അത് പൂക്കള് മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണല്ലോ. സത്യമായിട്ടും ഈ പ്രായമായിട്ടുള്ളവരും ചെറുപ്പക്കാരും എല്ലാം ഈ പൂക്കളും ചെടികളത്തൊക്കെ ഒരു 5 മിനിറ്റ് വന്ന് നിന്നാൽ തന്നെ അവരുടെ ഒരുപാട് അസുഖം മാറുമെന്നല്ല, നമ്മളൊരു ചേഞ്ചിങ് വരും, പോസിറ്റീവ് എനർജി വരും. അതെ, മനസ്സിന് സന്തോഷം വരും. അതെ അതെ, ഇതൊരു നമ്മൾ ബാക്കിയെല്ലാം മറക്കും. അതെ 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 അതെ. ഇപ്പൊ ഒന്നും നമ്മൾ മറക്കണില്ലല്ലോ, ഇങ്ങനെ ഈ ബ്രെയിനിൽ ഇങ്ങനെ അതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഒരു കുറച്ച് നേരം നമ്മൾ ഇതൊക്കെ മറന്നുപോകും. അപ്പൊ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അതെ അതെ, എന്തായാലും കണ്ണിനും മനസ്സിനും ആനന്ദം. അതെ അതെ. ഇനിയിപ്പോ എത്ര നാളത്തേക്ക് ഉണ്ടാവും ഈ ഒരു പൂക്കളിപ്പോ ഒരു മെയ് മാസം വരെ നമുക്ക് പ്രതീക്ഷിക്കാം. മഴ വന്നു കഴിഞ്ഞാൽ പോകും. മഴ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിന് മുമ്പ് വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കും. മഴ വരുമ്പോഴേക്കും ഈ എന്താണ് ഈ പറയുന്നത്, നമുക്ക് അടർന്നു പോകാറായി നിൽക്കുന്ന ചെടികളുടെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. അല്ലാതെ ഉള്ള പോകില്ല കേട്ടാ. ഒന്ന് തളർന്നു നിന്നാലും ഒന്ന് സൂര്യൻ അടിച്ച് കഴിയുമ്പോഴേക്കും അവൻ എണീറ്റേക്കും. അത് നമ്മുടെ ചില്ലി ഐസ്ക്രീമാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഹാങ്ങിങ്ങിലൊക്കെ നല്ല ഭംഗിയാണിത്. അതെ, നിറയെ പൂക്കളുണ്ടാകുന്നു. അതെ, എന്നും അതിന്റെ പൂക്കള് ഇന്നേ വരെ അതൊന്ന് ഡിമ്മായിട്ടില്ല. അതെ. ചേട്ടാ, ഈ പൂക്കളും ചെടികളും എല്ലാം മനുഷ്യന് മാത്രമല്ല വേറെ പക്ഷികൾക്കും എല്ലാം ആനന്ദമാണെന്ന് തോന്നുന്നു. അതെ അതെ, ഇവിടെ നിറയെ പക്ഷികളാണ്. കിളികൾ, ചെറിയ ചെറിയ കിളികൾ. ഈ ആർച്ചിന്റെ ഉള്ളിലെല്ലാം കിളിക്കൂടുകളാണ്. അതല്ലേ, മൊത്തം കിളിക്കൂടാണ്. പിന്നെ ആ കിളീനെ
ചില പാർട്ടികളൊക്കെ വന്ന് ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്, ചില പക്ഷികളും എല്ലാം. പക്ഷെ എന്നാലും ഇതിന്റെ ഉള്ളിലെല്ലാം ചെറിയ ചെറിയ കിളികളുടെ ഒരുപാട് കൂടുകളാണ്. ഭയങ്കര രസമാണ്. അപ്പൊ ഈ പൂക്കള് പ്രകൃതിക്ക് മൊത്തത്തിൽ അതെ, പ്രകൃതിക്കും വളരെയധികം ഗുണം ചെയ്യും. ഇപ്പൊ എല്ലായിടത്തും ചെറിയ ചെറിയ വീടുകളും മനുഷ്യനാകെ തിങ്ങി നിറഞ്ഞു പോയല്ല. അതാണ് ശ്വാസം മുട്ടിയാണ്. അതെ. അപ്പൊ കിളികൾക്ക് ഇതിന്റെ ഉള്ളില് ഒക്കെ പാർക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ട്. കിളിക്കൂടൊക്കെ ഉണ്ടല്ലേ? അതെ, കിളിക്കൂട് ഉള്ളിടത്തൊക്കെ ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് വെള്ളം ഒഴിക്കുന്നത്. അതായത് നിറച്ച് കിളികളും ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതിനകത്തെല്ലാം കിളിക്കൂടുകളാണ്. അതെ തന്നെ. അവരും ഒരു കൂട്ടുകുടുംബം പോലെയാണ് താമസിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഒരുപാട് കൂടുതൽ അതൊക്കെ മുട്ടയിട്ടിട്ടുണ്ട്. അവർക്ക് ഏറ്റവും പറ്റിയ അന്തരീക്ഷം. അതെ. പൂക്കളും കാണാം. അതെ. അപ്പൊ പിന്നെ ആവശ്യത്തിന് അവർക്ക് ചെറുതായിട്ടുള്ള വെള്ളം കുടിക്കാം. അതെ. തണലും പിന്നെ ആരും ഉപദ്രവിക്കാറില്ല. ഇതിനകത്തെല്ലാം കിളിക്കൂടുകൾ. അതെ, അവർക്കൊരു സന്തോഷം. അതെ. അവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. നമുക്ക് അതിൽ കൂടുതൽ സന്തോഷം. ചേട്ടാ, ഈ ഒരു 43 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായി ഇത്രയും മനോഹരമായ ഒരു ഗാർഡൻ നമുക്ക്, അതായത് മനുഷ്യനും അതുപോലെ കിളികൾക്കും ഒക്കെ സമ്മാനിച്ച ചേട്ടന് യാത്രാ ചാനലിന്റെ പേരിൽ ഒരുപാട് നന്ദി ചേട്ടാ. താങ്ക് യു ഏട്ടാ. താങ്ക് യു.